കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ ഉപമകളിലൂടെയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്നാണ് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നമ്മൾ കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചും ഉപദേശത്തെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. 13-ാം അധ്യായത്തിൻ്റെ അവസാനം ഉള്ള 2 ഉപമകൾ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ്. 47-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സ്വർഗരാജ്യം കടലിലിടുന്ന എല്ലാ വക മീനും പിടിക്കുന്നതുമായ വലയോട് സദൃശം. നമ്മൾ നേരത്തെ കളയുടെ ഉപമ പറഞ്ഞു, കള ഫീൽഡിൽ വിതയ്ക്കുന്ന ഉപമ പറഞ്ഞു. അപ്പോൾ അത് ലോകമാണ് എന്ന് നമ്മൾ അവിടെ കർത്താവ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. ആ ഫീൽഡ് കള എന്ന് പറയുന്നത് ദുഷ്ടന്മാരുടെ മക്കളാണെന്നുള്ളതും കണ്ടു. ഇവിടെ 47-ാം വാക്യത്തിൽ അത് സഭയിലേക്ക് വരുമ്പോൾ, ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ, അതായത് ദൈവത്തിൻ്റെ രാജ്യം നടപ്പാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അത് എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗരാജ്യം എല്ലാ കടലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ വലയോട് സദൃശം. അപ്പോൾ ലോകത്തുള്ള സകല തരത്തിലുള്ള മീനുകളും, അതായത് കടലിലുള്ള എല്ലാ തരം മീനുകളും ഒരു വലയിൽ കുടുങ്ങും. നമുക്കൊരിക്കലും ചില മീനുകളെ തിരഞ്ഞെടുത്ത് പിടിക്കാൻ പറ്റത്തില്ല. വല വീശിക്കഴിഞ്ഞാൽ അതിനകത്ത് സകല ആൾക്കാരും കയറും. നമുക്ക് അറിയാം, എല്ലാവരും ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളായിരിക്കണം നിർബന്ധമില്ല. നമ്മുടെ സഭയിൽ വരുന്ന ആൾക്കാരെല്ലാവരും വീട് ജനിച്ചവരാകണമെന്ന് നിർബന്ധമില്ല. കാരണം ഇത് എറിഞ്ഞു കഴിഞ്ഞാൽ ഈ വലയിൽ എല്ലാ തരം മീനുകളും കുടുങ്ങുവാൻ ഇടയാകും. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചോളി ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകളിയും ഉണ്ടാകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സഭ എങ്ങനെയാണ് അവസാന നാളുകളിൽ പോകുന്നതെന്നുള്ളതാണ്. നീതിമാന്മാരുടെ ഇടയിൽ ദുഷ്ടന്മാർ, അതാണ് സഭയുടെ പിക്ചർ എന്ന് പറയുന്നത്. അതായത് ദൈവരാജ്യം ഒരു വല പോലെ സകലരെയും പിടിക്കുന്നു, അകത്തിടുന്നു. അതിലകത്തൊരു ശോധന ഉണ്ടാകും. ആ ശോധനയിൽ നല്ല മത്സ്യങ്ങൾ മാത്രം, അതായത് വീണ്ടും ജനിച്ചവർ, കർത്താവിൻ്റെ ആത്മാവുള്ളവർ, വിശ്വസിക്കുന്നവർ, അവർ മാത്രം, ക്രിസ്തുവിൻ്റെ രാജ്യത്തെ പ്രാപിച്ചവർ, അവർ മാത്രം അകത്തേക്ക് പോവുകയും ബാക്കി പ്രിറ്റൻഡേഴ്സ് ആരൊക്കെയാണോ നല്ലതല്ലാതിരുന്നത് അവരെല്ലാം എറിഞ്ഞു കളയുകയും ചെയ്യും എന്നാണ്. അപ്പോൾ വല കരക്കടുപ്പിച്ച ശേഷം ഉടനെ തന്നെ ജഡ്ജ്മെൻറ്റിനകത്ത് വരുന്നത് ഈ കളകൾ, ഇതിനകത്ത് വളർന്ന കളകളെല്ലാം എറിഞ്ഞു കളയും എന്നാണ് പറയുന്നത്. അപ്പം ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് കളകളുടെ ഉപമയുടെ കാര്യം പറഞ്ഞപ്പോൾ. അപ്പോൾ ഇത്രയും ഉപമകൾ ശിഷ്യന്മാരോട് പേഴ്സണലായിട്ടാണ് പറയുന്നത്. അപ്പോൾ ശിഷ്യന്മാരോട് പേഴ്സണലായിട്ട് പറയുന്ന ഈ ഉപമകൾ എല്ലാം അവർ ഗ്രഹിച്ചുവോ എന്ന് കർത്താവരോട് ചോദിക്കുന്നു. അപ്പം കളകളുടെ ഉപമയുടെ അതിനകത്ത് രസകരമായ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, കളയുടെ ഉപമ പരസ്യമായിട്ട് പറഞ്ഞാണ്. അതിൻ്റെ അർത്ഥം ചോദിച്ചുകൊണ്ടാണ് ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പോൾ കർത്താവ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. എന്നാൽ അതിന് ശേഷമുള്ള ഒരു ഉപമയും കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം അവർ കർത്താവിൻ്റെ അടുത്തിരുന്ന് ശിഷ്യന്മാരുടെ ചെവിയോടുകൂടി കേൾക്കുമ്പോൾ അതെല്ലാം അവർക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായോ? അപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, മനസ്സിലായി. അപ്പോൾ ദൈവരാജ്യത്തിൽ ഉള്ള ഉപമകൾ, ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങൾ എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയോ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, ഓക്കെ, ഞങ്ങൾക്കത് മനസ്സിലായി. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഉവ്വ് എന്ന് പറഞ്ഞു. അവൻ അവരോട്, അതുകൊണ്ട്, ഏതുകൊണ്ട്? ഇവരിതെല്ലാം ഗ്രഹിച്ചതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും. അപ്പോൾ ശാസ്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? സ്ക്രൈബാണ്. സ്ക്രൈബ് അതായത് ശാസ്ത്രീയമായി പഠിപ്പിക്കാൻ പറ്റുന്നവർ, ദൈവശാസ്ത്രം അറിയാവുന്നവരാണ് സ്ക്രൈബ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അവരെക്കുറിച്ച് ദൈവരാജ്യത്തിലുള്ള ഏതൊരു ശാസ്ത്രിയും ശിഷ്യനായി തീർന്ന ശാസ്ത്രി. അപ്പോൾ സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപങ്ങളിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു.
അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം കഷ്ടപ്പെട്ടു പോയിട്ടുള്ളൊരു ഉപമയാണിത്. കാരണം ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായോ? അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ മനസ്സിലായി. അത് കഴിഞ്ഞ് കർത്താവ് പറയുന്ന ഉപമയാണിത്. അപ്പോൾ ഇത് ഒട്ടും മനസ്സിലാകുന്നില്ല. ഞാൻ പലപ്പോഴും വായിച്ചത് എന്താണ് ഈ പഴയതും പുതിയതും എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആരാണ് ഈ സ്വർഗരാജ്യത്തിലെ ശാസ്ത്രി? ഈ വീട്ടുടയവൻ എന്താണ് ഈ പഴയത്, എന്താണ് ഈ പുതിയത്? ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ചിന്തിച്ചത് കർത്താവ് ഇവരോട് പറയാണ്, നിങ്ങൾക്ക് ഈ ഉപമകളെല്ലാം മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മനസ്സിലായി. എന്നാൽ ഇതാ പിടിച്ചോരണം മനസ്സിലാകാത്തത്, പാടുള്ളത്, ബുദ്ധിമുട്ടുള്ളത്. അപ്പം ഇനിയും അവർ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി കർത്താവ് അവരെ നിർബന്ധിക്കുകയാണ്. അതായത് ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ ഓഫ് ഡിസിമിനേറ്റിംഗ് ഗോഡ്സ് നോളജ്. അടുത്ത ലെവലിലേക്ക് ചെല്ല്, ഇനിയും പഠിക്കുക എന്നാണ് കർത്താവോട് പറയുന്നതെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അടുത്ത കാലം വരെ. കാരണം എനിക്കിതിൻ്റെ അർത്ഥം ശരിക്കും പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 13:52 നമ്മൾ വരുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ഉപമ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഉപമയിൽ ദൈവരാജ്യത്തിൽ ശിഷ്യനായി വരുന്ന ഏതൊരു ശാസ്ത്രിയും തൻ്റെ നിക്ഷേപങ്ങളിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകും. അപ്പോൾ ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ ശരിക്കും ഈ ഒരു ഉപമയുടെ ആഴങ്ങൾ വളരെ നമ്മുടെ ഓരോ വ്യക്തിയെ സംബന്ധിച്ച്, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് എന്ന് എനിക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. കാരണം സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഒരു ശാസ്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നയാൾ, ഉപദേശിക്കുന്നയാൾ, അല്ലെങ്കിൽ ജ്ഞാനമുള്ള ഒരാൾ സ്വർഗരാജ്യത്തിൽ ശിഷ്യനാണ്. സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അയാൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് മാത്രമല്ല അയാളൊരു വീട്ടുടമസ്ഥനെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ അതിന്മേൽ അധികാരവുമുണ്ട്. ഈ ഉപദേശങ്ങളുടെ മേലൊരു അധികാരമുണ്ട്. കാരണം ഹി നോസ്, ഹി അണ്ടർസ്റ്റാൻഡ്സ്. അത് പുതിയ ദൈവരാജ്യത്തിൻ്റെ ശിഷ്യനായിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ രാജ്യം ആ ആളിൽ നിറവേറുന്നുണ്ട്. ദാറ്റ് മീൻസ് യെസ് ലൈഫ് ഇൻ ഹിം. ക്രിസ്തുവിൻ്റെ ജീവൻ അവൻ്റെ ഉള്ളിലുണ്ട്. ആത്മാവിൻ്റെ ശബ്ദം അവന് കേൾക്കാൻ പറ്റുന്നുണ്ട്, അവനത് അനുസരിക്കാൻ പറ്റുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. അവന് മനസ്സിലാവുന്നുണ്ടെന്ന് മാത്രമല്ല അവനതിൽ അഭ്യാസം തികഞ്ഞവനാണ്. കാരണം ശാസ്ത്രിയാണ്, ഉപദേഷ്ടാവാണ്. ഈ ഉപദേഷ്ടാവിൻ്റെ സ്ഥാനത്തേക്ക് വരുന്ന ഏതൊരു ശിഷ്യനും, അതായത് ദൈവരാജ്യത്തിൻ്റെ നിധികളെക്കുറിച്ച് ഗ്രാസ്പുള്ളവനാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന തൻ്റെ നിക്ഷേപത്തിൽ നിന്നാണ്. അതായത് നമ്മൾ എവിടെ നിന്നെങ്കിലും എടുത്ത് സംസാരിക്കുകയല്ല ചെയ്യുന്നത്. ദൈവരാജ്യത്തിന് ശിഷ്യനായി തീരുന്ന ഒരു ശാസ്ത്രിക്ക് അവൻ്റെ ഒരു നിക്ഷേപമുണ്ട്. അവൻ്റെ ഒരു നിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവനെ വളർത്തിക്കൊണ്ട് വന്ന, പരിജ്ഞാനത്തിൽ വളർത്തിയ ഒരു വലിയ നിക്ഷേപം അവൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയിട്ടുണ്ട്. ഈ നിക്ഷേപത്തിൽ നിന്നാണ് ദൈവരാജ്യത്തിലൊരു ശാസ്ത്രി സംസാരിക്കുന്നത്. സാധാരണഗതിയിൽ മറ്റു ഉപദേശങ്ങൾ അല്ലെങ്കിൽ വേറെ ഏത് ഫീൽഡ് ഓഫ് ഡിസിപ്ലിൻ ലോകത്ത് നോക്കിയാലും അവിടെയെല്ലാം പലതരം റിസോഴ്സുകളിൽ നിന്നാണ് ഒരു പ്രസംഗം ഉണ്ടായി വരുന്നത്. എന്നാൽ ഇവിടെ ദൈവരാജ്യത്തിൻ്റെ ഉപദേശത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരൊറ്റ ഫോക്കസിലാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവരാജ്യത്തിൻ്റെ നിധി, ഇവന് മനസ്സിലായിട്ടുള്ള നിക്ഷേപങ്ങൾ. അതിൽ ഒരു വീട്ടുടയവനെ പോലെ അധികാരമുള്ളവനാണ് ഒരു ദൈവരാജ്യത്തിൻ്റെ ശാസ്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഹീ ഈസ് പ്രിപ്പയർഡ് ബൈ ഗോഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഉപമകൾ പറഞ്ഞു കഴിയുമ്പോൾ ഈ ഉപമകളെല്ലാം ഗ്രഹിക്കുന്നത് ഒരു വലിയ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഈ ഉപമകളെല്ലാം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഏകദേശം നമുക്ക് മനസ്സിലാവും. അത് ഏത് രീതിയിൽ വളരുന്നു, അതിൻ്റെ അധികാരം എവിടെ ഇരിക്കുന്നു, അതിൻ്റെ സ്നേഹം, അതിൻ്റെ സാക്രിഫൈസ്, അതിൻ്റെ നിയമങ്ങൾ, അത് എങ്ങനെ രൂപപ്പെടുന്നു, എങ്ങനെ അത് ഫലം പുറപ്പെടുവിക്കുന്നു, ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു പാക്കേജാണ് ഈ പാരബിൾസിനെ കുറിച്ചുള്ള പഠിപ്പിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാം ഗ്രഹിച്ചു കഴിയുമ്പോഴേക്കും ഒരു മനുഷ്യൻ നല്ല വചനത്തിൽ ഗ്രാസ്പുള്ളവനാണ്. കർത്താവിൻ്റെ അടുത്തിരുന്ന് കേൾക്കുകയും പഠിക്കുകയും ചെയ്ത് വചനത്തിൽ നല്ല ഗ്രാസ്പുള്ളവനായി അത് അവൻ്റെ നിക്ഷേപമാക്കി മാറ്റുകയാണ്. അതായത് വല്ലവരുടെ നിക്ഷേപത്തിൽ നിന്ന് നിക്ഷേപത്തെ കാണിച്ചു കൊടുക്കുകയല്ല, തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് ഒരു വീട്ടുടയവൻ്റെ അധികാരത്തോടെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ആളാണ് ദൈവരാജ്യത്തിന് ശിഷ്യനായ ശാസ്ത്രി. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ച് പലരും പറഞ്ഞത് അവർ അധികാരമുള്ളവനായിട്ടാണ്, ഒരു വീട്ടുടയവനെ പോലെയാണ് കർത്താവ് സംസാരിക്കുന്നത്. ഹി ഹാസ് എ കമാൻഡ് ഓവർ ഹിസ് ട്രഷർ. അത് വേറെ ആരുടെയുമല്ല, വേറെ ആരും എഴുതിയതല്ല, അവൻ്റെ സ്വന്തം ട്രഷറാണ്. ഈ ഒരു ട്രഷറിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നവനാണ്, അതായത് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ബോധിച്ചതുപോലെ കൊടുക്കുന്നവനാണ് ദൈവരാജ്യത്തിലെ ഏതൊരു ശാസ്ത്രിയും. അപ്പോൾ ആന്തരികമായി പുതുക്കപ്പെടാതെ ദൈവത്തിൻ്റെ വചനം ശിഷ്യൻ്റെ ചെവിയോടെ കേൾക്കാതെ അത് ഗ്രഹിക്കാതെ ഒരിക്കലും ദൈവരാജ്യത്തിന് ഒരു ശാസ്ത്രി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് പലരും ദൈവരാജ്യത്തിൻ്റെ ശാസ്ത്രി എന്ന് ചിന്തിക്കുമ്പോഴും അവരെല്ലാം ബുദ്ധി കൊണ്ട് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതല്ലാത്തൊരു ഇഷ്ടം പോലെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ പൊതുവെ ഈ ബുദ്ധി കൊണ്ടും പഠനം കൊണ്ടും അല്ലെ അനുഭവങ്ങൾ കൊണ്ടും ഉപദേശിക്കുന്നവരെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കർത്താവ് പറയാണ്, എന്നാൽ ദൈവരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഒരു ശാസ്ത്രിയെ സംബന്ധിച്ച് അവൻ്റെ ബുദ്ധിയിൽ നിന്നല്ല അത് വരുന്നത്, നിക്ഷേപങ്ങളിൽ നിന്നാണ് വരുന്നത്. ആ നിക്ഷേപം ഒരു ട്രഷറാണ്. ആ ട്രഷർ അവൻ കണ്ടെത്തിയതാണ്, അവൻ സകലതും വിറ്റ് വാങ്ങിയതാണ്. അവൻ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം
ലോകത്തിലുള്ള സകലതിനെയും ഞാൻ ഉപേക്ഷിക്കുന്നു അത് എന്ന് പറയുന്ന പൗലോസിൻ്റെ റിപ്പൻറ്റൻസ് എന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര മനോഹരമായിട്ടാണ് ഇതിനകത്ത് അത് വരുന്നത്. ഈ പാരബിളിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് നമ്മൾ പൗലോസ് പിന്നീട് നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതായത് ക്രിസ്തു എന്ത് പഠിപ്പിച്ചോ അതിൻ്റെ തന്നെ എലാബറേഷനാണ് ഡിസൈപ്പിൾസ്, ശിഷ്യന്മാരുടെ ലേഖനങ്ങളിലൂടെ, അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സ്വായത്തമാക്കുക, സ്വന്തമാക്കുക, സ്വാംശീകരിക്കുക എന്നൊക്കെ പറയുന്നത് ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഈ ഒരു ഉപദേശത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ പ്രധാനമാണ്. ഇവിടെ പറയുന്ന ഈ അധികാരമുള്ളൊരു ശാസ്ത്രി, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ സ്വായത്തമാക്കിയ ശാസ്ത്രി, അത് വീട്ടുടയവനെ പോലെ അതിന്മേൽ അധികാരമുള്ള ശാസ്ത്രി, ജീവൻ പ്രാപിച്ച ഒരു ശാസ്ത്രി, പുതിയ നിയമത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച ഒരു ശാസ്ത്രി എങ്ങനെയാണ് ഉപദേശിക്കുന്നത് എന്നുള്ളതാണ്. ആ ഉപദേശിക്കുന്നത് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്: ഏത് ശാസ്ത്രിയും തന്നെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകും എന്ന് പറഞ്ഞു. അപ്പം പുതിയത് മാത്രമല്ല, പഴയത് മാത്രമല്ല, പുതിയതും പഴയതും. ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്ന കാര്യം. എന്താണ് ഈ പുതിയതും പഴയതും എന്നുള്ളതാണ്? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ബൈബിൾ മുഴുവൻ വായിക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് കോമൺ റൈച്ചസ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി നിയമങ്ങളുണ്ട്. അതെല്ലാവർക്കും ഓൾറെഡി അറിയാവുന്നതാണ്. ഇറ്റ്സ് ഓൾറെഡി നോൺ. ഇപ്പോൾ കർത്താവ് പറഞ്ഞ പല കാര്യങ്ങളും ഓൾറെഡി നോൺ ആണ്. അതായത് പഴയ നിയമത്തിൻ്റെ കൊട്ടേഷനാണ്. പഴയ നിയമത്തിൽ അതെല്ലാം വിവരിക്കപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പലതും ഓൾറെഡി നോൺ ആണ്. ഈ ഓൾറെഡി നോൺ, ഈ പഴയത് പുതിയതും കൂടെ എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം രണ്ടും രണ്ടായിട്ടാണ് തോന്നുന്നത് അല്ലേ? രണ്ടായിട്ട് തോന്നുന്നു. ഇപ്പോൾ പഴയ നിയമം എടുത്ത് നോക്കുമ്പോഴും അല്ലെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് പ്രമാണങ്ങൾ എടുത്ത് നോക്കുമ്പോഴും ഇത് പുതുതായിട്ട് കർത്താവ് ആത്മാവിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോഴും രണ്ടും തമ്മിൽ പ്രകടമായ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പഴയ നിയമത്തിൽ പറയുന്ന നീതി ബോധമല്ല പുതിയ നിയമത്തിലുള്ളത്. പഴയ നിയമത്തിൽ പറയുന്ന ഫൊർഗീവ്നെസ് അല്ല പുതിയ നിയമത്തിലുള്ളത്. പഴയ നിയമത്തിലെ സാൽവേഷൻ എന്നുള്ള കൺസെപ്റ്റ് അല്ല പുതിയ നിയമത്തിലുള്ളത്. അപ്പോൾ പഴയത് എടുക്കുമ്പോൾ പുതിയതെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൊടുക്കുമ്പോൾ അതെങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് ഈ മർമ്മം ഗ്രഹിച്ച ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതായത് ഈ മർമ്മം ഗ്രഹിക്കുന്നില്ലെങ്കിൽ, ഈ നിധിയെ സ്വായത്തമാക്കുന്നില്ലെങ്കിൽ പഴയത് പഴയതായും പുതിയത് പുതുതായിരിക്കും. ഇത് തമ്മിലുള്ള ബന്ധം ഒരിക്കലും മനസ്സിലാവുകയില്ല. അപ്പോൾ ഈ അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതായത് ഒരു മനുഷ്യൻ അവൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ, അതായത് ബൈബിളിൽ വേദപുസ്തകത്തിൽ അവൻ്റെ ട്രഷറിൽ അവന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ മാർമികമായ പുതിയ വ്യാഖ്യാനങ്ങൾ, ഇതെല്ലാം ചേർത്ത് പറയുന്നവനാണ്. ഇനി അത് കൂടാതെ വേറൊരു രീതിയിൽ ഇതിനെ കാണാൻ പറ്റും. ഇപ്പം നമുക്കെല്ലാം അറിയാം ക്രിസ്തീയ വിശ്വാസം എന്താണ്. നമുക്ക് അറിയാൻ വയ്യാത്തതായിട്ട് ആരും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് നമുക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാം. നിങ്ങൾ ഈ പ്രസംഗങ്ങൾ സീരിയലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം. ഈ കാര്യങ്ങളെല്ലാം ടെക്നിക്കലി നമുക്കറിയാം. ദാറ്റ്സ് ഇൻ ദ ബ്രെയിൻ, നമ്മുടെ ബ്രെയിനിലുണ്ട്. എന്നാൽ ഇത് നമുക്ക് പുതിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അത് പുതിയതാണോ എന്നുള്ളതാണ്. ഈസ് ഇറ്റ് ന്യൂ ടുഡേ? ഇന്നത് പുതുതായി അനുഭവപ്പെടുന്നുണ്ടോ? ദാറ്റ് മീൻസ് നമുക്കറിയാവുന്ന നോളജ് ഈ പുതുമയിൽ ഇന്നത്തെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാനിത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് വേറൊരാളിലേക്ക് എനിക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരേ കാര്യമാണ് എപ്പോഴും പറയുന്നത് പലരും ചിന്തിക്കാറുണ്ട്. ശരിയാണ്, ബൈബിളിൽ ഏത് വാക്യം എടുത്താലും ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാനല്ല, ക്രിസ്തു അത്രേ. അവൻ്റെ നീതിയാണ്, അവൻ്റെ രാജ്യമാണ്, അവൻ്റെ മഹത്വമാണ്. ഗോഡ് എലോണാണ്, മനുഷ്യനല്ല. ഇതാണ് പ്രധാനമായിട്ടും ഞാൻ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. ഇത് പക്ഷേ ആദ്യകാലത്ത് ഞാൻ സംസാരിച്ചിട്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് അത് പറയാൻ അത്ര അങ്ങ് തോന്നാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റെവലേഷൻ ഈസ് റിന്യൂഡ്. അപ്പോൾ എപ്പോഴും അതിനൊരു റിന്യൂവലുണ്ട്. ഒരു തീം ഒന്ന് തന്നെയാണെങ്കിലും ആ റിന്യൂവൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ പഴയ തത്വങ്ങളാണെങ്കിലും അതിനൊരു റിന്യൂഡ് സ്റ്റേജിൽ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നവരും കൂടെയാണ് ഈ ദൈവരാജ്യത്തിലെ ശാസ്ത്രിമാരെന്ന് പറയുന്നത്. അതായത് ദൈവരാജ്യത്തിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു തത്വങ്ങൾ മാത്രമല്ല, അതിന് ആവിഷ്കാരവും കൂടിയുണ്ട്. അതിന് ഒരു ഉപമ പറഞ്ഞാൽ മാത്രം പോരാ, അതിനകത്തൊരു പരിജ്ഞാനത്തിൻ്റെ ഒരു തലവും കൂടിയുണ്ട്. നമുക്കറിയാവുന്നൊരു കാര്യമാണ് പറയുന്നത്, ഒരു ഓൾഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ട്രൂത്താണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ദൈവരാജ്യത്തിൻ്റെ ഒരു മർമ്മവും കൂടെ ചേർത്ത് പറയാൻ പറ്റുന്നവരെന്നാണ് അതിനർത്ഥം. അതായത് യു നീഡ് ടു ഇൻ്റർപ്രറ്റ് എവറിത്തിങ് ഇൻ ദ ലൈറ്റ് ഓഫ് വാട്ട് ക്രൈസ്റ്റ് സെഡ്. പുതിയ നിയമ വെളിപ്പാടിൻ്റെ വെളിച്ചത്തിൽ ഈ പഴയതിനെ ഡിസെമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്പെൻസ് ചെയ്യുവാൻ പറ്റുന്ന ആൾക്കാരെയാണ് ഈ പുതിയ നിയമത്തിലെ ശാസ്ത്രി എന്ന് പറയുന്നത്. അവൻ്റെ ട്രഷറിൽ നിന്ന് തന്നെ വരുന്നതാണ്. വേറൊരു സോഴ്സിൽ നിന്നും അതവന് കണ്ടെത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇത്രയും ഉപമകൾ കർത്താവ് പറഞ്ഞു. ഈ ഉപമകളിലൂടെ എല്ലാം ദൈവരാജ്യത്തിൻ്റെ പല സീക്രട്സും പറഞ്ഞു കൊടുത്തു. ഇത് വേറൊരാളെ പഠിപ്പിക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞ ഉപമകൾ അതുപോലെ പറഞ്ഞാൽ പോരാ, അത് നമുക്ക് അനുഭവമാകണം. അതിനൊരു പുതിയ തലമുണ്ടാകണം. അത് നമുക്ക് ജീവിതത്തിൽ ഈ ദൈവരാജ്യത്തിൻ്റെ പവർ നമ്മൾ അനുഭവിച്ചവരായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഇത് നമ്മുടെ സ്വത്തായിട്ട് മാറും. നമ്മുടെ സ്വത്തിൽ നിന്ന് ആവശ്യാനുസരണം ഉചിതമായ രീതിയിൽ ഇത് പ്രയോഗിക്കും
ഉപയോഗിക്കുവാൻ കഴിയുന്നവനെയാണ് ഈ പുതിയ നിയമത്തിലെ ശാസ്ത്രി എന്ന് പറയുന്നത്. അപ്പം ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളിത് ഗ്രഹിച്ചത് വളരെ നന്നായി, നിങ്ങൾക്ക് ഒരു മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ പഴയതും പുതിയതും ഉപയോഗിക്കുവാൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോഴാണ് നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഒരു ഉപദേഷ്ടാവായിട്ട് മാറുന്നതെന്നുള്ളതാണ്. ഇന്ന് മോസ്റ്റ്ലി നമ്മൾ കാണുന്നത് ഈ ആളുകൾ അവരുടെ ബുദ്ധിയിൽ നിന്നും വികാരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവർക്ക് ശരിയെന്ന് തോന്നുന്നതും വചനത്തിൽ ക്ലാരിറ്റി അവർക്ക് കിട്ടാത്തതുമായ കാര്യങ്ങൾ അവരുടെ ഭാവനയിൽ സംസാരിക്കുന്ന ഒത്തിരി പ്രസംഗങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. വി നീഡ് ടു ഗെറ്റ് ബാക്ക് ടു ദ ഗോസ്പൽസ്, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, അസിമിലേറ്റ് ഇറ്റ്. അത് നമ്മൾ ജീവിതത്തിൽ സ്വായത്തമാക്കി സ്വന്തമാക്കുകയും അതിൽ നിന്ന് എടുത്തു കൊടുക്കുകയും ചെയ്യുവാൻ നമുക്കെല്ലാവർക്കും പറ്റണം. വേദപുസ്തകത്തിൽ പറയുന്ന കാലം നോക്കിയാൽ നമ്മളെല്ലാവരും അത് കൊടുക്കാൻ പഠിക്കുന്ന ഉപദേഷ്ടാക്കന്മാരാകേണ്ടവരാണ്. എങ്കിലും കേൾക്കുവാൻ മന്ദത ബാധിച്ചിരിക്കുന്നതിനാൽ ഈ പരിജ്ഞാനത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. ശിഷ്യന്മാരുടെ ചെവി മന്ദമായി പോയതിനാൽ ശിഷ്യന്മാർ കേൾക്കേണ്ടതല്ല കേൾക്കുന്നത്. എന്ത് കേൾക്കുമ്പോഴും ശരിയാണെന്ന് തോന്നുന്നു, എന്ത് കേൾക്കുമ്പോഴും ആമേൻ ഹല്ലേലൂയ പറയുന്നു. ശിഷ്യന്മാർ കേൾക്കേണ്ട പരിജ്ഞാനത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും ഇന്നത്തെ ഒരു അപര്യാപ്തതയാണ്. അപ്പോൾ ഈ ഉപമകളുടെ പൊരുളുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ ആഴങ്ങൾ പല തലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി അവസാന ഭാഗത്ത്, ഈ ഒരു അധ്യായത്തിൻ്റെ അവസാന ഭാഗം, ഇന്ന് ഈ അധ്യായം ക്ലോസ് ആവുകയാണ്. ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടെ വിട്ട് തൻ്റെ പിതൃ നഗരത്തിൽ വന്നു അവരുടെ പള്ളികളിൽ അവർക്ക് ഉപദേശിച്ചു. അപ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു സീൻ ഇതാണ്. കർത്താവ് അവിടെ നിന്ന് പോകുന്നു, 3.5 വർഷക്കാലം ശുശ്രൂഷിക്കുന്നു, പല സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുന്നു, എന്നിട്ട് അവസാനം പിതൃഗ്രഹത്തിൽ വരുന്നു. പിതൃനഗരത്തിൽ ചെന്നു അവരുടെ പള്ളികളിൽ അവർക്ക് ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു, അവർ അത്ഭുതപ്പെട്ടു. ഇതൊക്കെ ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി? ഈ പറയുന്നതൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ഈ പുതിയതും പഴയതും എടുത്ത്, അതാണ് ഇതിനകത്ത് അത്ഭുതം എന്ന് പറയുന്നത്. അതായത് പഴയത് അവർ നേരത്തെ കേട്ടുകൊണ്ടിരുന്നവരല്ല ഇപ്പോൾ പറയുന്നത്. അതിനകത്തെല്ലാം നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ പുതിയത് കൊണ്ടുവരാൻ, ആ ഒരു റെവലേഷൻ, പുതിയ നിയമത്തിൻ്റെ റെവലേഷനും കൂടെ ചേർത്ത് കർത്താവ് അവിടെ പറയുമ്പോൾ ആളുകളോട് നിന്ന് പറയാണ്, ഇവൻ എവിടെ നിന്ന് കിട്ടി ജ്ഞാനം? അപ്പോൾ ഇവൻ എവിടെ നിന്ന് കിട്ടി ജ്ഞാനം? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ എവിടെയാണ് ഈ വീര്യപ്രവൃത്തികളും ജ്ഞാനം എവിടെ നിന്ന് കിട്ടിയതാണ്? ഒരു കാർപ്പൻ്ററുടെ മകൻ, എവിടെ നിന്നാണ് ഇവൻ ഇത്ര ജ്ഞാനം കിട്ടിയത്? അതുപോലെ ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ? നമുക്കറിയാവുന്ന ആളല്ലേ? ഇവരൊക്കെ ഇവിടെ ജീവിച്ചിരുന്ന സാധാരണ മനുഷ്യരല്ലേ? അപ്പോൾ ഇതൊരു വലിയൊരു പ്രോബ്ലമാണ്. അടുത്ത വാക്യം പറയാണ്, ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവർ അല്ലയോ? ഇവൻ്റെ സഹോദരികളും എല്ലാം നമ്മുടെ കൂടെ ഇല്ലയോ? അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ളൊരു പിക്ചർ കിട്ടുകയാണ്. ചില ആൾക്കാർ പറയാറുണ്ട്, യേശുവിൻ്റെ പിതാവിന് ആദ്യ ഭാര്യയിലുണ്ടായിരുന്ന പിള്ളേരാണ് ഇവരെല്ലാവരും. മറിയം നിത്യ കന്യകയായിരുന്നു, അവരൊരിക്കലും കന്യാമറിയം വേറെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സഹോദരങ്ങൾ, ഈ ഭാഷ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. യോസേപ്പ് എന്ന ആളുടെ ഭാര്യ, യേശു എന്ന മകൻ, എന്നിട്ട് അതിൻ്റെ കൂടെ പറയാണ് സഹോദരന്മാർ, ബ്രദേഴ്സ്. അതായത് ഇവരുടെ ഈ അമ്മയുടെ പേര് പറഞ്ഞിട്ടാണ് അതിന് പുറകെ ഈ മക്കളുടെ എല്ലാം പേര് പറയുന്നത്. അതിന് ഏറ്റവും ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ടുള്ള മീനിങ്, അതായത് നമ്മൾ ആ ഒരു ഗ്രാമറിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ യോസേപ്പിന് ഏകഭാര്യയായ മറിയമിന് ഉണ്ടായ മക്കൾ എന്ന് മാത്രമേ അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിലെന്താണ് തെറ്റ്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. പിള്ളേരെ പ്രസവിക്കുന്നതും വളർത്തുന്നതും തെറ്റാണോ? മറിയം അങ്ങനെ ചെയ്തെങ്കിൽ അത് നല്ലതല്ലേ? അതിനകത്ത് എന്താണ് ഇത്ര മറിയമിൻ്റെ ക്വാളിറ്റി കുറയുന്നുണ്ടോ? അതിനുണ്ട്? ഒരിക്കലും ഇല്ല. മറിയമിൻ്റെ ക്വാളിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു മാതൃത്വം എന്ന് പറയുന്നത് ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു ദാനമാണ്. ഞാൻ വിചാരിക്കുകയാണ് യേശു ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ അവൻ്റെ അമ്മയായിരിക്കാനും അവന് മറ്റു മക്കളെ പ്രസവിക്കാനും അവരെ ഒന്നിച്ച് വളർത്താനും എല്ലാം മറിയമിന് കഴിഞ്ഞത് വലിയൊരു കാര്യമല്ലേ, വലിയൊരു ഗ്രേസ് അല്ലേ? അതിനകത്ത് എന്തിനാണ് പലരും ചിന്തിക്കുന്നത് മറിയം വീണ്ടും പ്രസവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിയമിൻ്റെ കൃപ കുറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ദൈവികമായ ഗ്രേസ് ഇല്ലാതായി പോയ പോലെയൊക്കെ തോന്നും. പക്ഷേ പ്രിയ സഹോദരങ്ങൾ, ഒരിക്കലുമില്ല. ഏതൊരു സ്ത്രീയും അവൾ പ്രസവിച്ച് മക്കളെ വളർത്തുന്നത് അപമാനകരമല്ല, അത് അഭിമാനകരമാണ്. ദൈവത്തിൻ്റെ ദാനമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. അത് കുഞ്ഞുങ്ങളെ ഇല്ലാത്തവരായാലും ഉള്ളവരായാലും ദൈവത്തിന് മുമ്പിൽ വിശ്വാസത്തിനും, കുഞ്ഞുങ്ങളില്ലാത്തവരായാലും ഉള്ളവരായാലും ആ ദൈവത്തിന് മുമ്പിൽ വിശ്വാസത്തിനാണ് പ്രാധാന്യം. വേറെ ഒന്നും കർത്താവ് കണക്ക് കൂട്ടുന്നില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു കുടുംബത്തിൻ്റെ ചിത്രം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഈ കുടുംബമുള്ള ഒരു ദേശത്താണ് കർത്താവ് ഇപ്പോൾ ചെല്ലുന്നത്. അതായത് അപ്പനും അമ്മയും മക്കളും ചേർന്ന് താമസിക്കുന്ന കുടുംബം എവിടെ താമസിക്കുന്നോ ആ നാട്ടിലാണ് കർത്താവ് ചെല്ലുന്നത്. പ്രിയ സഹോദരങ്ങളെ, അവിടെ ഒരു റിജക്ഷൻ കർത്താവ് അനുഭവിക്കുന്നുണ്ട്. ആരും അവനെ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഈ വീട്ടിൽ ജനിച്ച അവൻ്റെ മകനല്ലേ ഇതെന്നുള്ള ഒരു തോട്ടാണ്. നമ്മൾ സ്വന്തം വീട്ടിൽ ചെന്ന് ഈ ഉപദേശമെല്ലാം പറയുമ്പോൾ ഇവനെ ചെയ്തവനല്ലേ, ഇവൻ അതല്ലേ ഇതല്ലേ എന്നൊക്കെ ഒരു ചിന്ത അവർക്കുണ്ടാകും. പല ആൾക്കാരും പറയാറുണ്ട്, ആദ്യം സ്വന്തം വീട്ടിൽ സുവിശേഷം പറയണം, എന്നിട്ട് അയൽവക്കത്തെ വീട്ടിൽ പറയണം, എന്നിട്ട് ആ നാട്ടുകാരോട് പറയണം. അവരോടെല്ലാം പറഞ്ഞിട്ടേ
നിങ്ങൾ വെളിയിൽ പോയി സുവിശേഷം പറയാമെന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയും ഇന്ത്യയിലെല്ലാവരും രക്ഷിക്കപ്പെട്ട ശേഷമാണോ നിങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ സുവിശേഷം പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ നിങ്ങളുടെ നാട്ടിലുള്ളവരുടെ എല്ലാം സുവിശേഷം പറഞ്ഞിട്ടാണോ നിങ്ങൾ നാട് മുഴുവൻ. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ വിളിയാണ്. ദൈവം എങ്ങോട്ട് വിളിക്കുന്നു അങ്ങോട്ട് പോകും. അത് സ്വന്തം നാട്ടിലാവണമെന്നില്ല, ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ ദൂരെയുള്ളൊരു ദേശത്തായിരിക്കാം, ഇതൊന്നും നമുക്കറിയില്ല. ദൈവം എങ്ങോട്ട് വിളിക്കുന്നു, അപ്പോൾ അവിടെ ആരെങ്കിലും പോകണ്ടേ? അവിടെ സ്വന്തം നാട്ടിലുള്ള ആരും അവിടെ ഇല്ല. അപ്പോൾ ആ ദേശത്തേക്ക് ആര് പോകും? നമ്മളെല്ലാവരും സ്വന്തം നാട്ടിൽ സുവിശേഷം പറയാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ദൂരദേശത്ത് ആര് പോകും? അവിടെ പോകാൻ ആരെങ്കിലും വേണ്ടേ? അപ്പോൾ ദൈവം ചില ആൾക്കാരെ വിളിക്കും, നീ സ്വന്തം ദേശത്ത് പറയണ്ട, നീ ദൂരെ പൊക്കോ, ദൂരദേശത്ത് പോ, അവിടെ ആരുമില്ല, അവിടെ ഒരാൾ പോലും ഇല്ല, അവിടെ പോയി സുവിശേഷം പറ എന്ന് പറഞ്ഞുകൂടെ? തീർച്ചയായിട്ടും. അപ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് അവനവൻ്റെ ദേശത്ത് പറഞ്ഞ ശേഷമേ വെളിയിൽ പോകാവൂന്ന് ചിന്തിക്കരുത്. കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവ് നീ എന്നെ എവിടെ വിട്ടാലും, സ്വന്തം ദേശമായാലും വിദേശമായാലും ദൂരദേശമായാലും ദൈവമേ നീയാണ് തീരുമാനിക്കുന്നത്. ഞാൻ കാറ്റ് പോലെയാണ്, എവിടെ പറഞ്ഞാലും ഞാൻ പൊക്കോളാം. കാരണം ഐ ആം എ സെർവൻറ്റ്, എ സോൾജിയർ ഓഫ് ദ കിങ്ഡം. ദൈവരാജ്യത്തിൻ്റെ ഒരു സൈനികനാണ്. എവിടെ പോയാലും ഒരുപോലെയാണ്. ഞാൻ അങ്ങനെ യാത്ര ചെയ്തു പോകുവാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ, ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസേഫ്, ശീമോൻ, യൂദ എന്നിവരല്ലേ, ഇവൻ്റെ സഹോദരിമാരും എല്ലാം നമ്മുടെ കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് ഇവങ്കൽ ഇടറിപ്പോയി. കർത്താവിൽ ഇടറിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവൻ പറഞ്ഞൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ചിന്ത ഒത്തിരി ഡോക്ടറേറ്റും പഠനവും ഒക്കെയുള്ള ആൾക്കാർ പറയുന്നതാണ് സത്യമെന്നാണ്. ഒരു വെറും മണ്ടത്തരം. കാരണം ചില ഡോക്ടർമാരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ട് ഞാൻ ഓർത്തഡോക്സ് ചർച്ചിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ഈ ഡോക്ടർ റെവറൻസ് ഒക്കെ എഴുതിയിരിക്കുന്ന പല വേദപുസ്തക കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇവരെന്താ പഠിച്ചെന്ന് തോന്നിയിട്ടുണ്ട്. ദൈവ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളെല്ലാവരും ഭയങ്കര ജ്ഞാനികളാണ്. ഈ പെന്തക്കോസിനകത്തുമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഒത്തിരി ജ്ഞാനം സമ്പാദിച്ച് ഡോക്ടറേറ്റും PhD ഒക്കെ. പക്ഷെ അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർ പറയുന്നില്ല ശരിയല്ലെന്നല്ല പറയുന്നില്ല, ശരിയാണ്. പക്ഷെ ദൈവികമായ പരിജ്ഞാനം അങ്ങനെ ലഭിക്കില്ല ഒരിക്കലും. ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടുന്ന ഒന്നല്ല ദൈവത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ സഹോദരികളും എല്ലാം ഇവിടെ പറയുന്നത് ഈ സഹോദരിമാർ അപ്പനും അമ്മയും എല്ലാം കൂടെ ഇരിക്കുന്നു. ഇവൻ പറഞ്ഞത് ഇതിനേക്കാൾ വലിയ പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടാണ് അതിനിടയിൽ ഇവൻ വന്ന് പ്രസംഗിക്കുന്നതെന്നാണ് ഈ ആൾക്കാർ ചിന്തിക്കുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വന്തം നാട്ടിൽ സമ്മതമല്ലാത്ത ഒരു സാഹചര്യം നമുക്കുണ്ടാകാം. കാരണം അവരെല്ലാം നമ്മളെ സാധാരണ മനുഷ്യരായിട്ടാണ് ചിന്തിക്കുന്നത്. എന്നാൽ നമ്മുടെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന നിക്ഷേപങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ സമ്പത്താണ്. ഈ സ്വർഗരാജ്യത്തിൻ്റെ സമ്പത്ത് എല്ലാവർക്കും മനസ്സിലാവുകയില്ല. അവർ നോക്കുന്നത് ജ്ഞാനമുള്ള ആൾ പറഞ്ഞോ, പഠിത്തമുള്ള ഒരാൾ പറഞ്ഞോ. ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, അയാൾ വലിയ ബുദ്ധിയുള്ള ആളാണ്. എന്താ പ്രയോജനം? ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് തടസ്സമാണ് ബുദ്ധി. പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പഠിച്ചു, അങ്ങനെ പഠിച്ചു, ആ ബൈബിൾക്കുള്ളിൽ പഠിച്ചു ഞാൻ പറയാറുണ്ട്, ദിസ് ഓൺലി ഡിസ്ക്വാളിഫൈസ് യു. കാരണം ക്രിസ്തുവിൻ്റെ കൃപ ഇന്ന് വിട്ടുപോകുന്ന ആണ് കൂടുതൽ സാധ്യത. കാരണം ഒത്തിരി ജ്ഞാനത്തിനകത്ത് പുളച്ച് മതിച്ച് ജ്ഞാനത്തിൽ എൻജോയ് ചെയ്ത് ലോകത്തിൻ്റെ പരിജ്ഞാനത്തിൽ അങ്ങ് പെരുകിയിട്ട് കർത്താവിനെക്കുറിച്ച് 4 വാക്ക് പറയുമ്പം അതിനകത്ത് ഒരു പവറില്ല. ശരിക്കും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം മറ്റ് ജ്ഞാനങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ വരുന്നതാണ്. അതായത് അതിന് ഇറലവൻ്റായിട്ട് അതൊന്നും കാര്യമല്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് പോകുന്നത്. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അത് നോക്കാൻ ആളുകൾക്ക് സാധാരണഗതിയിൽ പറ്റാറില്ല. അതുകൊണ്ട് ഏത് പ്രവാചകനും സ്വന്തം ഗ്രഹത്തിൽ സമ്മതനല്ല എന്ന് കർത്താവ് പറയാനുള്ള കാരണം, സ്വന്തം ഗ്രഹത്തിൽ നോക്കുമ്പോൾ യേശുക്രിസ്തു രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു. ഞാൻ എക്സാമ്പിൾ പറയാം, നമ്മളെപ്പോലെ തന്നെ ആഹാരം കഴിക്കുന്നു, പ്രഭാത കൃത്യങ്ങൾ ചെയ്യുന്നു. ഇവരാലേക്ക് ഇത് പ്രവാചകനോ, ഇത് നമ്മളെപ്പോലെ ഒരാളല്ലേ, ഇയാൾ ദൈവമാണോ, എന്തായി പറയുന്നത്? ഇങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. നമ്മൾ കോമണറാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ കോമണറാണ് ശരിക്കും. പക്ഷേ നമ്മുടെ ശക്തിയല്ല, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അത് ഏത് വ്യക്തിയിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. സോ ജീസസ് ക്രൈസ്റ്റ് വാസ് എ ഫുൾ മാൻ അറ്റ് ദ സെയിം ടൈം ഫുൾ ഗോഡ്. അതായത് ഫുള്ളി മാൻ ആൻഡ് ഫുള്ളി ഗോഡ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ആ പൂർണ്ണ മനുഷ്യത്വത്തിൻ്റെ വെളിപ്പാടാണ് നമ്മൾ ഈ വാക്യങ്ങളിലെല്ലാം കാണുന്നത്. ആ പൂർണ്ണ മനുഷ്യനായിട്ടല്ലാതെ ക്രിസ്തുവിന്, ഞാൻ വിചാരിക്കായിരുന്നു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പം തലയുടെ ചുറ്റും നമ്മൾ ഈ യേശുക്രിസ്തുവിൻ്റെയൊക്കെ പടം പണ്ട് കാലത്ത് ആൾക്കാർ വരയ്ക്കുമ്പം അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു പ്രകാശം ഉണ്ടാകുന്നതായിട്ട് കാണും. ഇപ്പോൾ കർത്താവ് നടക്കുമ്പോഴല്ല ഈ പുറകിലൊരു പ്രകാശം ഉണ്ടായിരുന്നെങ്കിൽ ഇവരെയൊന്നും വിശ്വസിപ്പിക്കാൻ ഒരു പാടുമില്ലായിരുന്നു. ഇതാ ഞാൻ പരിശുദ്ധനായ ദൈവമാണ് അങ്ങ് വെളിപ്പെടുത്തുമായിരുന്നു. പക്ഷേ കർത്താവ് വന്നപ്പം ഒരു ഹാലോയും ഇല്ലാതെ നമ്മളിൽ ഒരാളെ പോലെ വന്നിരുന്ന ആരാന്ന് വിശ്വസിക്കുന്നത്? നമ്മളിൽ ഒരാളെ പോലെ വന്നിരുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നു, വീര്യപ്രവൃത്തികൾ ചെയ്യുന്നു. അവരുടെ കണ്ണ് തുറക്കാതെ അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ വലിയൊരു സമൂഹവും അവങ്കിൽ ഇടറിപ്പോയി, അവരുടെ നാട്ടുകാർ പ്രത്യേകിച്ച്. കാരണം ഹി വാസ് എ കോമണർ എന്നവർ ചിന്തിച്ചു. വെറുതെ ഈ ജ്ഞാനമൊന്നും നമുക്കുള്ളതല്ല, ഇതിനേക്കാളും വലിയ പണ്ഡിതന്മാരാണ് നമ്മളുടെ ഇത് പറയുന്നതെന്ന് അവർ ചിന്തിച്ചു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും
ആരെങ്കിലും സ്വന്തം ഗ്രഹത്തിൽ സമ്മതനല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാണ് ഞാൻ പറയുന്നൊന്നും ആരും കേൾക്കുന്നില്ല എന്ന് വിചാരിക്കാൻ നിങ്ങൾ വിഷമിക്കേണ്ട. ദൈവം നിങ്ങളെ അങ്ങോട്ടായിരിക്കില്ല വിളിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇനി അഥവാ അവിടെ ആണെങ്കിലും ആ നിന്ദയിൽ കാര്യമില്ല. കർത്താവും അതേ നിന്ദയിലൂടെ കടന്നു പോയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ ജനങ്ങളുടെ നടുവിൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ നാട്ടിൽ വീട്ടിൽ 1-2 അത്ഭുതങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടക്കുവാണെങ്കിൽ ഇവരെല്ലാം വിശ്വസിച്ചേനെ, ഈ നാട്ടുകാർ വിശ്വസിച്ചേനെ. ചില ആൾക്കാർക്ക് സ്വന്തം നാടിനോട് ഭയങ്കര സ്നേഹമാണ്. ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒരു നാടിനോടും പ്രത്യേകമായ സ്നേഹമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കർത്താവ് എങ്ങോട്ട് വിട്ടോ അതാണ് നാട്. അല്ലാതെ ഈ നാടിനോട് സ്നേഹം, മലയാളികൾക്ക് അങ്ങനെ സെൻറ്റിമെൻ്റ് ഉണ്ട്, എൻ്റെ സ്വന്തം നാട്, എൻ്റെ വീട്. പക്ഷേ ഇവിടെ ആരും കർത്താവ് നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഒരു വീട്ടിൽ നമ്മുടെ അയൽവക്കത്ത് ഒരാൾ മരിച്ചു കിടക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഗുരുതരമായ രോഗം വരുന്നു. അപ്പം ഞാൻ വരുന്നു, പ്രാർത്ഥിക്കുന്നു, ആൾ എഴുന്നേൽക്കുന്നു. അതോടുകൂടി ആൾക്കാരെല്ലാം മനസ്സിലാക്കുന്നു ഇയാളുടെ വിശ്വാസമാണ് ശരി. എന്തൊരു സ്വപ്നം. പക്ഷെ നടക്കാറില്ല. കാരണം ഇവിടെ കർത്താവ് എന്താ ചെയ്യുന്നറിയാം, ഈ സ്വന്തം നാട്ടിൽ ചെന്നു ഒരു വീര്യപ്രവൃത്തിയും ചെയ്യുവാൻ അവിടെ കഴിഞ്ഞില്ല. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ പറയുക, അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ ഒന്നും ചെയ്യാതെ കർത്താവ് തിരിച്ചു പോകുമായിരുന്നു. കാരണം ഈ അവിശ്വാസത്തെ വിശ്വാസമാക്കി മാറ്റാൻ ഒരു അത്ഭുതങ്ങൾ കൊണ്ട് അടയാളങ്ങൾ കൊണ്ടൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇണങ്ങിയ പാത്രങ്ങളെ പോലെ അവൻ എന്ത് ചെയ്താലും പറഞ്ഞാലും ചെയ്യാൻ ഉള്ള കോളിംഗാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ്. അതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. ഗോഡ് ഈസ് എവറിത്തിങ് ഹി ഹാസ് ടു ബി ഗ്ലോറിഫൈഡ്. എല്ലാത്തിലും മഹത്വം ദൈവത്തിന് നൽകുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളെ വിളിച്ച ആ ദൈവരാജ്യത്തിൻ്റെ വലിയ ജ്ഞാനത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കാൻ, അത് ഞങ്ങളുടെ സ്വന്തമാകുവാൻ, അനുഭവമാകുവാൻ കർത്താവ് ഞങ്ങളെല്ലാവരെയും അവിടെ നിന്ന് വിളിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ശിഷ്യന്മാരുടെ ചെവിയോടെ കേൾക്കുവാനും കർത്താവ് അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ അത് അനേകരിലേക്ക് എടുത്തു കൊടുക്കുവാൻ അധികാരമുള്ളവരുമാക്കി ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആരും കേട്ടില്ലെങ്കിലും കർത്താവ് ഞങ്ങൾ അങ്ങേ അനുഗമിച്ചുകൊണ്ടേയിരിക്കും. കാരണം നിത്യജീവൻ്റെ മൊഴികൾ അങ്ങയുടെ പക്കലുണ്ട്. അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുകയും കർത്താവെ ഈ വിളിയെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.